എടി ജെസ്സി, ഏട്ടൻ ഇന്നലെ നിന്റെ നമ്പർ ചോദിച്ചു. ഏ, നമ്പറോ? എന്നിട്ട് നീ കൊടുത്തോ? ജെസ്സി കണ്ണു വിടർത്തിക്കൊണ്ട് കൃഷ്ണയോട് തിരക്കി. അത്രയ്ക്ക് അങ്ങോട്ട് സന്തോഷിക്കണ്ട, ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല. കൃഷ്ണ അവളെ നോക്കി ഒന്ന് പുച്ഛിച്ചു. കളഞ്ഞു. നിനക്കങ്ങോട്ട് കൊടുത്താൽ എന്തായിരുന്നു? ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭാവി ഏട്ടത്തിയുടെ നമ്പർ അല്ലേടി? ജെസ്സി അവളുടെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യ, കണ്ടാലും മതി ഭാവി ഏട്ടത്തിയെ. വേണമെങ്കിൽ കൊണ്ട് കൊടുക്കടി അങ്ങോട്ട്. ഞാൻ ആരാ, നിന്റെയൊക്കെ ബ്രോക്കറോ? കൃഷ്ണ പുച്ഛം വാരി വിതറി. ദേ വരുന്നുണ്ടല്ല, മിണ്ടാതെ ഇരുന്നോ. അവർക്കടുത്തേക്ക് നടന്നു വരുന്ന ജോബിനെയും ടീമിനെയും കണ്ടുകൊണ്ട് ജെസ്സി പറഞ്ഞു. അത് കേട്ടതും കൃഷ്ണയുടെ കണ്ണുകൾ തിളങ്ങി. അവൾ ആകാംക്ഷയോടെ അങ്ങോട്ട് നോക്കി. പക്ഷേ അവൾ പ്രതീക്ഷിച്ച മുഖം അതിലില്ലെന്ന് കണ്ടതും അവളുടെ മുഖം വാടി. അവിടെ നിരാശ പടർന്നു. കാശി അത് വ്യക്തമായി കാണുകയും ചെയ്തു. എന്താണ് രണ്ടും കൂടി രാവിലെ തന്നെ പരിപാടി? ജിബിൻ ജെസ്സിക്ക് അരികിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു. ജോയിച്ചാൻ എന്തിയാ ജിബിച്ച, ഇന്ന് ലീവാണോ? രാവിലെ ഞാൻ പോരുമ്പോൾ ഒന്നും പറഞ്ഞില്ലല്ലോ, ജെസ്സി സംശയത്തോടെ ചോദിച്ചു. ആ, അവൻ വരുന്നില്ലെന്ന്. യാത്രാക്ഷീണമാണ് പോലും. പാതിരാത്രി എപ്പോഴോ ആണ് വന്നു കയറിയത്. അവൻ അവിടെ ഏതോ പെൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുകയല്ലായിരുന്നോ? ക്ഷീണം കാണും. ജോബിൻ ഒന്ന് ആക്കി പറഞ്ഞുകൊണ്ട് ചിരിച്ചു. ബാക്കിയുള്ളവരും അത് ഏറ്റുപിടിച്ചു. പക്ഷേ കൃഷ്ണയുടെ മുഖത്ത് മാത്രം ദേഷ്യം നിറഞ്ഞു. അവളുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു. ജോയൽ ഇന്ന് വരില്ലെന്ന് പറഞ്ഞതും അവൻ അവിടെ പെൺപിള്ളേരുടെ കൂടെ കറങ്ങി നടക്കുകയാണെന്ന് പറഞ്ഞത് മാത്രം അവളുടെ മനസ്സിലേക്ക് വന്നു. അവൾക്ക് അവനോട് വല്ലാത്ത ദേഷ്യം തോന്നി. ജെസ്സി, വാ, നമുക്ക് ക്ലാസ്സിൽ പോകാം. കൃഷ്ണ ഇരുന്നിടത്തു നിന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. മുഖം അപ്പോഴും ഒരു കുട്ടയുണ്ട്. ഇപ്പോഴേ പോകാനോ? ടൈം ആയില്ലടി. ഇപ്പോഴേ അങ്ങോട്ട് പോയിട്ട് എന്തിനാ അവിടെ ഇരുന്ന് ഉറങ്ങാനോ? ജെസ്സി അവളോട് ഇഷ്ടക്കേടോടെ പറഞ്ഞു. നീ വരുന്നുണ്ടെങ്കിൽ വാ, ഞാൻ പോവാ. അതും പറഞ്ഞ് കൃഷ്ണ തിരിഞ്ഞു നോക്കാതെ വെട്ടിത്തിരിഞ്ഞു നടന്നു. ആ, നീ പോ, ഞാനങ്ങ് വന്നോളാം. എനിക്ക് വയ്യ അവിടെ ഇരുന്ന് ഉറങ്ങാൻ. ജെസ്സി കൃഷ്ണയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് മുഖം തിരിച്ചു കളഞ്ഞു. അവൾക്കിതെന്തു പറ്റി പെട്ടെന്ന്? ജോബിൻ എല്ലാവരോടുമായി ചോദിച്ചു. ആ, ആർക്കറിയാം. അവൾക്ക് വല്ല തലവേദനയുമാവും. കുറച്ചു നേരം ഒറ്റയ്ക്കിരിക്കുമ്പോൾ മാറിക്കോളും. തലവേദന വരുമ്പോഴാണ് ഇങ്ങനെ മൂഡ് മാറുന്നത്. ആ സംസാരം അവിടെ അവസാനിപ്പിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ പറയാനാണ് കാശിക്ക് തോന്നിയത്. അവൾ പോയതിൻ്റെ കാര്യം നന്നായി അറിയുന്നത് കൊണ്ട് തന്നെ അവൻ പിന്നെ ഒന്നും പറയാൻ പോയില്ല. ഡാ, അവളുടെ പേര് കണ്ടുപിടിച്ചോ? റയാൻ ആകാംക്ഷയോടെ ബെന്നിയോട് ചോദിച്ചു. പിന്നെ കണ്ടുപിടിക്കാതെ. ഈ ബെന്നി ഒരു കാര്യം ഏറ്റാൽ അത് എങ്ങനെയായാലും ചെയ്തിരിക്കും. നീ ഡയലോഗ് അടിക്കാതെ പേര് പറ. റയാൻ തിടുക്കം കൂട്ടി. കൃഷ്ണ പല്ലവി. അതാ അവളുടെ പേര്. നമ്മുടെ ബ്ലോക്കിലെ ഫൈനൽ ഇയർ ബാച്ചിലെ കാശിനാഥിൻ്റെ സിസ്റ്ററാണ്. ബെന്നി അവൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ റയാനോട് പറഞ്ഞു. കാശിയുടെ സിസ്റ്ററോ? അത് നമുക്കൊരു പണിയാണല്ലോ ബെന്നി. അവനാ ജോബിൻ്റെ ഫ്രണ്ടല്ലേ? റയാൻ്റെ നെറ്റി ചുളിഞ്ഞു. അതെ, അവൻ തന്നെ. ആ, അത് നമ്മുടെ വിഷയമല്ലല്ലോ. ഇപ്പോൾ നീ വാ, നമുക്ക് അവളെ ഒന്ന് കണ്ടിട്ട് വരാം. റയാൻ ചുണ്ടിൽ വിരിഞ്ഞ് വശ്യമായ ചിരിയോടെ പറഞ്ഞു. നമ്മൾ പോകണ്ട റയാൻ, അങ്ങോട്ട് നോക്ക്. ബെന്നി പറഞ്ഞത് മനസ്സിലാകാതെ മുന്നോട്ട് നോക്കിയ റയാൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ്റെ പൂച്ച കണ്ണുകൾ ഒന്നുകൂടി വിടർന്നു. വരാന്തയിലൂടെ നടന്നു പോകുന്ന കൃഷ്ണയെ അവൻ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. ഒരു സിമ്പിൾ കുർത്തിയും ജീനുമാണ് വേഷം. ആ വസ്ത്രത്തിൽ അവളെ കാണാൻ വല്ലാത്തൊരു ചേലുണ്ടായിരുന്നു. വിടർന്നു കിടക്കുന്ന മുടിയിഴകളും അവളുടെ നാസികത്തുമ്പിൽ തിളങ്ങുന്ന നീലക്കൽ മൂക്കുത്തിയും അവളുടെ അഴകിനെ വർദ്ധിപ്പിച്ചു. പക്ഷേ റയാൻ്റെ കണ്ണുകൾ പതിഞ്ഞത് അവൻ്റെ കൈകൾ അമർന്ന അവളുടെ ഒതുങ്ങിയ അരക്കെട്ടിലാണ്. ആ ഓർമ്മയിൽ പോലും അവൻ്റെ ശരീരം ചൂട് പിടിച്ചു. അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് അവൻ ഒന്ന് നോക്കി. അവൻ്റെ വലതു കൈ അറിയാതെ തന്നെ ഇടനെഞ്ചിലേക്ക് പോയി. ഡാ, നീ എന്തായി ആലോചിക്കുന്നേ? അവള് പോയി. ബെന്നി തട്ടി വിളിച്ചപ്പോഴാണ് റയാൻ സ്വബോധത്തിലേക്ക് വന്നത്. അവൻ നേരെ നോക്കിയപ്പോൾ കാണുന്നത് ലൈബ്രറിയുടെ വശത്തേക്ക് പോകുന്ന കൃഷ്ണയാണ്. ആ പരിസരത്തേക്ക് അധികം ആരും പോകാറില്ല. 1-2 കുട്ടികളെയോ ടീച്ചേഴ്സിനെയോ മറ്റോ ആണ് ഈ നേരത്തൊക്കെ അവിടെ കാണാറ്. ഇത് നല്ലൊരു അവസരമാണെന്ന് മനസ്സിലായതും റയാൻ്റെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. അവന് പിറകെയായി ബെന്നിയും. കൃഷ്ണ. ലൈബ്രറിയും കടന്ന് പുറകിലേക്ക് പോകാൻ തുടങ്ങിയതും വിളി കേട്ട് കൃഷ്ണ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയ കൃഷ്ണ തൻ്റെ തൊട്ടടുത്തായി നിൽക്കുന്ന റയാനെ കണ്ട് ഒരു നിമിഷം ഞെട്ടി. അവൾ ചുറ്റിനും ഒന്ന് നോക്കി. അവിടെ എങ്ങും ആരും തന്നെയില്ല. അടച്ചിട്ടിരിക്കുന്ന 1-2 ക്ലാസ് റൂമുകൾ മാത്രം. കോറിഡോറിൻ്റെ അവസാനമായതുകൊണ്ട് ചെറിയ രീതിയിൽ ഇരുട്ടും പടർന്നിട്ടുണ്ട്. കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ആരുടെയും ശല്യമില്ലാതെ സ്വസ്ഥമായി ഇരിക്കാമെന്ന് കരുതി. മനസ്സിൽ എന്തെങ്കിലും വിഷമമുള്ളപ്പോൾ അങ്ങനെ ചെയ്യാറാണ് പതിവ്. കോളേജിൽ തന്നെ അധികം ആരും വരാത്ത ഒരേ ഒരിടം ഇവിടെ മാത്രമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. പക്ഷേ അത് മണ്ടത്തരമായി പോയെന്ന് ഇപ്പോൾ തോന്നുന്നു. കൃഷ്ണ സ്വയം മനസ്സിൽ പറഞ്ഞുകൊണ്ട് റയാനെ ചെറിയ പേടിയോടെ നോക്കി. കഴിഞ്ഞ ദിവസം സോന പറഞ്ഞ കാര്യങ്ങൾ കൂടി ഓർമ്മ വന്നതും അവൾക്ക് ശരിക്കും ഭയം തോന്നി.
എങ്കിലും അതവൾ പുറത്തു കാണിച്ചില്ല. അവൾ ദേഷ്യത്തോടെ റയാനെ തുറച്ചു നോക്കി. ഇങ്ങനെ നോക്കല്ലേ പെണ്ണെ, റയാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ പറഞ്ഞു. അവന്റെ ആ പെരുമാറ്റത്തിൽ കൃഷ്ണയ്ക്ക് വല്ലാത്ത ഇഷ്ടക്കേട് തോന്നി. അതവളുടെ മുഖത്ത് പ്രതിഫലിച്ചു. നിന്നെ ഒന്ന് ഒറ്റയ്ക്ക് കാണാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചിരുന്നു. ഇത്ര പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുമെന്ന് ഞാൻ കരുതിയില്ല. റയാൻ മേൽപോട്ട് നോക്കി കുരിശു വരച്ചുകൊണ്ട് പറഞ്ഞു. താ മാറിക്കേ, എനിക്ക് പോകണം. അവനോട് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് കൃഷ്ണ മുന്നോട്ട് നടന്നു. പക്ഷേ അപ്പോഴേക്കും അവളെ പോകാൻ അനുവദിക്കാതെ റയാന്റെ ഒരു കൈ അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കിയിരുന്നു. ഇതേ സമയം തന്നെ ഒരു റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 മോഡൽ ബുള്ളറ്റ് കോളേജ് ഗേറ്റ് കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. പെൺപിള്ളയുടെ എല്ലാം കണ്ണ് ബുള്ളറ്റിൽ സ്റ്റൈലായി വരുന്ന അവന്റെ മുഖത്തും വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ചിരിക്കുന്ന അവന്റെ ബോഡിയിലും ഓടി നടന്നു. വൈറ്റ് ഡെനിം ഷർട്ടും നേവി ബ്ലൂ ജീനുമാണ് അവന്റെ വേഷം. ഷർട്ടിന്റെ തുറന്നു കിടക്കുന്ന ആദ്യത്തെ 2 ബട്ടണിനുള്ളിലൂടെ കാണുന്ന അവന്റെ വിരുന്ന നെഞ്ചിലേക്കാണ് എല്ലാത്തിൻ്റെയും കണ്ണ്. ചിരിക്കുമ്പോൾ ചുരുങ്ങുന്ന അവന്റെ കുഞ്ഞു കണ്ണുകളിൽ എല്ലാവരും മതിമറന്ന് നോക്കി നിന്നുപോയി. അവനെ നോക്കുന്ന എല്ലാ പെൺപിള്ളേരെയും നോക്കി ഒരു കള്ളച്ചിരിയോടെ സൈറ്റ് അടിച്ച് കാണിച്ചുകൊണ്ട് അവൻ ബുള്ളറ്റ് പാർക്കിംഗ് ഏരിയയിലേക്ക് പറപ്പിച്ചു. അവന്റെ ആരെയും അയക്കുന്ന ചിരിയിൽ മതിമറന്നുകൊണ്ട് എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും അവൻ പോയ വഴിയെ നോക്കി വെള്ളമിറക്കി നിന്നു. കൈ വിട്ടടാ നാറി! റയാന്റെ കൈപ്പിടിയിൽ നിന്നും തന്റെ കൈ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൃഷ്ണ അലറി. ആ, അടങ്ങി നിൽക്ക് കൃഷ്ണ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. എനിക്കൊന്ന് സംസാരിച്ചാൽ മതി നിന്നോട്. ഒരു 10 മിനിറ്റ്സ്. എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. മര്യാദയ്ക്ക് എൻ്റെ കൈ വിട്, അല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച് ആളെ കൂട്ടും. എന്നാ നീ വിളിക്ക്, ആരാ വരാൻ പോകുന്നതെന്ന് കാണാമല്ലോ. നിന്നെ ഞാൻ ഇവിടെ വെച്ച് എന്ത് ചെയ്താലും അതൊരു കുഞ്ഞു പോലും അറിയില്ല. ഇതിനു മുമ്പും എൻ്റെ മുമ്പിൽ പലരും കീഴടങ്ങിയിട്ടുള്ളത് ഇവിടെ വെച്ച് തന്നെയാ. വെറുതെ നീ എന്നെ ചീത്തയാക്കല്ലേ കൃഷ്ണ. ഛീ, കൈ വിടടാ! അവൾ മറു കൈകൊണ്ട് അവന്റെ കവളിൽ ആഞ്ഞടിച്ചു. അടി കൊണ്ട് റയാന്റെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞുപോയി. അവൻ കണ്ണുകൾ മുറുകെ അടച്ച് അവളോടുള്ള ദേഷ്യം നിയന്ത്രിച്ചു. അപ്പോഴും അവന്റെ കൈ അവളിൽ മുറുകിയിരുന്നു. കൃഷ്ണ അവനെ അടിക്കുന്നത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബെന്നി. കൃഷ്ണ അപ്പോഴും കൈ അവനിൽ നിന്ന് വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡീ! കണ്ണുകൾ വലിച്ചു തുറന്നുകൊണ്ട് റയാൻ കൃഷ്ണയെ വലിച്ച് അവന്റെ നെഞ്ചിലേക്ക് ചേർത്തു. അവന്റെ 2 കൈകളും കൃഷ്ണയുടെ ഇടുപ്പിൽ ശക്തിയായി മുറുകി. ആ! അവൾ വേദന കൊണ്ട് വിളിച്ചുപോയി. ഒപ്പം കൈകൾ കൊണ്ട് അവന്റെ നെഞ്ചിൽ അടിക്കുകയും ചെയ്തു. നീ എന്നെ തല്ലിയല്ലേ? നിനക്കറിയില്ല ഈ റയാനെ. ഒന്ന് സംസാരിച്ചിട്ട് പോകാൻ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. പക്ഷേ നീ ഇത്രയും ചെയ്ത സ്ഥിതിക്ക് വെറുതെ അങ്ങ് വിട്ടാൽ അത് മോശമല്ലേ? ബെന്നി, തുറക്കടാ ഡോർ! അവരുടെ മറുവശത്തായി പൂട്ടിയിട്ടിരിക്കുന്ന ക്ലാസ് റൂമിലേക്ക് നോക്കിക്കൊണ്ട് റയാൻ അലറി. ഒപ്പം അവൻ കൃഷ്ണയെ പൊക്കിയെടുത്ത് തോളിലേക്കിട്ടു. വിടെന്നെ ഏട്ടാ, വിടടാ എന്നെ! കൃഷ്ണ അവന്റെ പുറത്ത് അടിച്ചുകൊണ്ട് ഉറക്കെ നിലവിളിച്ചു. പക്ഷെ അവളുടെ വിളി കേൾക്കാൻ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ലൈബ്രറിയുടെ വശത്തായി 1-2 പേർ ഉണ്ടെങ്കിലും ആർക്കും കൃഷ്ണയുടെ വിളി കേൾക്കാൻ സാധിക്കില്ല. ബെന്നി ഡോർ ചവിട്ടി തുറന്ന് അകത്തേക്ക് കയറി. ഒപ്പം തന്നെ കൃഷ്ണയുമായി അകത്തേക്ക് കയറാനായി റയാൻ കാല് ഉയർത്തിയതും ആരുടെ ശക്തമായ ചവിട്ടുകൊണ്ട് അവൻ തെറിച്ചു നിലത്തേക്ക് വീണിരുന്നു. അവന്റെ തോളിലായി കിടത്തിയിരുന്ന കൃഷ്ണയെ 2 കരങ്ങൾ സുരക്ഷിതമായി റയാനിൽ നിന്ന് വലിച്ചു മാറ്റി നെഞ്ചോട് ചേർത്ത് പിടിച്ചിരുന്നു. എല്ലാം പെട്ടെന്നായതുകൊണ്ട് റയാന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. അവൻ ദേഷ്യത്തോടെ തല ഉയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് റയാൻ ശരിക്കും ഞെട്ടി. ജോയൽ! റയാന്റെ ചുണ്ടുകൾ അറിയാതെ തന്നെ പറഞ്ഞുപോയി. അപ്പോഴാണ് കൃഷ്ണയും തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളെ നോക്കുന്നത്. ഒരു നിമിഷം അവൾ പരിസരം പോലും മറന്ന് നിന്നുപോയി. അവളുടെ കണ്ണുകൾ അവന്റെ മുഖത്ത് മാത്രം ഓടി നടന്നു. പക്ഷേ അവൻ കൃഷ്ണയെ ശ്രദ്ധിക്കുന്നതേയില്ല. റയാനെ നോക്കി പല്ല് കടിക്കുകയാണ്. മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. കൃഷ്ണ അവന്റെ കണ്ണുകളിലേക്ക് ഒരു നിമിഷം നോക്കി. അവന്റെ ചുവന്നു കലങ്ങിയ കുഞ്ഞു കണ്ണുകൾ അവന്റെ അഴക് വർദ്ധിപ്പിക്കുന്നത് പോലെ. തന്റെ ഷോൾഡറിൽ മറ്റൊരു കൈ അമർന്നപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. അതൊരു പെൺകുട്ടിയാണ്. അവൾ കൃഷ്ണയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തനിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾ കൃഷ്ണയുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല, അവൾ ഇടച്ചയോടെ പറഞ്ഞു. അപ്പോഴും ജോയലിന്റെ കൈ അവളുടെ മേൽ മുറുകിയിരുന്നു. താൻ വാ, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. ആ കുട്ടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കുറച്ച് പിറകിലേക്ക് മാറി നിന്നു. എന്താണ് ജോയൽ, ഹീറോയിസം കാണിക്കാൻ ഇറങ്ങിയതാണോ? അതും കൃത്യസമയത്ത്? റയാൻ ഒരു പുച്ഛത്തോടെ ചോദിച്ചുകൊണ്ട് നിലത്തുനിന്ന് എഴുന്നേറ്റു. നിന്ന് ചിലയ്ക്കാതെ പോകാൻ നോക്കടാ. വന്നു കയറുമ്പോൾ തന്നെ സസ്പെൻഷൻ വാങ്ങാൻ എനിക്ക് വയ്യ, ജോയൽ കൂസലില്ലാതെ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുനിഞ്ഞു. അങ്ങനെ അങ്ങ് പോകല്ലേ ജോയൽ, അത് കുരിശിങ്കൽ തറവാടിന് മാനക്കേടാവും. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയ ജോയൽ അവന്റെ വാക്ക് കേട്ട് ഒന്ന് നിന്നു. പിന്നെ തിരിഞ്ഞ് റയാനെ ഒന്ന് നോക്കി. ശരിയാ നീ പറഞ്ഞത്. വെറുതെ അങ്ങ് പോയാൽ അത് എൻ്റെ വല്യപ്പച്ചനും ഞങ്ങളുടെ തറവാടിനും മാനക്കേടാവും.
നീ ചോദിച്ച സ്ഥിതിക്ക് തന്നിട്ട് പോകാം. പറഞ്ഞു തീർന്നതും റയാന്റെ മൂക്കിൽ ജോയലിന്റെ കൈമുഷ്ടി ഊക്കോടെ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു. റയാൻ മൂക്ക് പൊത്തിപ്പിടിച്ച് കുനിഞ്ഞു നിന്നുപോയി. മൂക്കിൽ നിന്നും അവന്റെ കൈകളിലേക്ക് ചോര പടർന്നു. വേണ്ടെന്ന് വെച്ചതാ. കാരണം ഞാൻ അറിഞ്ഞൊന്ന് കൈവച്ചാൽ നീ പിന്നെ ബാക്കി ഉണ്ടാവില്ല. ഇതിപ്പോൾ നീ ആയിട്ട് ചോദിച്ചു വാങ്ങിയതാ. ചോദിക്കുമ്പോൾ തന്നില്ലെങ്കിൽ അതും ഞങ്ങളുടെ തറവാടിന് മാനക്കേടാ. അപ്പോൾ ശരി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കാണാം. നോക്കി നിൽക്കാതെ ഇവനെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ ബെന്നി. റയാനോട് പറഞ്ഞിട്ട് തിരിഞ്ഞു നടക്കുന്ന കൂട്ടത്തിൽ അവൻ ബെന്നിയോടായി വിളിച്ചു പറഞ്ഞു. കൃഷ്ണയ്ക്കും കൂടെയുള്ള പെൺകുട്ടിക്കും അരികിലേക്ക് ചെന്ന് അവൻ നിന്നു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഒട്ടും മയമില്ലാതെയുള്ള ജോയലിന്റെ ചോദ്യത്തിന് കൃഷ്ണ പതറിപ്പോയി. അവന് എന്തുത്തരം കൊടുക്കുമെന്ന് അറിയാതെ അവൾ കുഴഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന്? അതൊരു അലർച്ചയായിരുന്നു. കൃഷ്ണ ശരിക്കും ഞെട്ടി. അത് അത് വെറുതെ ഇതുവഴി വന്നപ്പോൾ അയാള് കൃഷ്ണ വിക്കി എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. നിനക്കൊന്നും ബുദ്ധിയില്ലേ? ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വരാൻ പാടില്ലെന്ന് അറിയില്ലേ? ഇനി മേലാൽ നിന്നെ ഈ പരിസരത്തെങ്ങാനും കണ്ടാൽ കാല് ഞാൻ തല്ലി ഓടിക്കും. കാസിപ്പൊടി. അവൾക്ക് നേരെ ചീറിക്കൊണ്ട് ജോയൽ നിന്ന് വിറച്ചു. കൃഷ്ണ അവനെ പേടിയോടെ നോക്കി നിന്നു. പറഞ്ഞത് കേട്ടില്ലേടി, ക്ലാസ്സിൽ പോകാൻ. പോകുക. ഒരു വിറയലോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞോടി. അവളുടെ ഓട്ടം കണ്ട് ജോയലിന് ചിരി പൊട്ടി. നിനക്കെന്താ ജോയലെ, എന്തിനാ അതിനെ ഇങ്ങനെ പേടിപ്പിച്ചത്? കൂടെയുള്ള പെൺകുട്ടി അവന്റെ വയറ്റിലൊരു കുത്തു കൊടുത്തുകൊണ്ട് ചോദിച്ചു. ചുമ്മാ. ഒരു വീരശൂര പരാക്രമിയ ആ പോയത്. നിനക്ക് ഓർമ്മയില്ലേ അന്ന് ഒരുത്തനെ ചെരുപ്പിനടിച്ചത്? അതും പറഞ്ഞ് അവളുടെ തോളിൽ കൈയിട്ടുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. എന്തൊരു സാധന ഇത്? ഞാൻ പേടിച്ചു നിൽക്കുന്നത് ഇയാൾ കണ്ടില്ലേ? ഒരു മയത്തിലൊക്കെ പറഞ്ഞൂടെ? നടന്നു പോകുന്ന വഴിയിലൊക്കെ ജോയലിനെ തെറി വിളിക്കുകയാണ് കൃഷ്ണ. ഇയാളെയാണോ ഇവരൊക്കെ വലിയ പുണ്യാളിനെ പോലെ ഇപ്പോഴും സ്തുതിക്കുന്നത്? ഒരു ജോയിച്ചൻ. ഇയാളെ പ്രേമിക്കുമല്ല, വല്ല പൊട്ടക്കണ്ടിലും തള്ളിയിട്ട് കൊല്ലുക വേണ്ടേ? അല്ല, ഇയാളിന്ന് കോളേജിൽ വരുന്നില്ലെന്നല്ലേ അവര് പറഞ്ഞത്? പിന്നിപ്പോ എങ്ങനെ ഇവിടെ? ആ, എന്തേലും ആവട്ടെ. അതും പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞ് അവനെ ഒരിക്കൽ കൂടി നോക്കി. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ട് അവൻ നടന്നു പോകുന്നത് കണ്ടതും കൃഷ്ണയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. ചേ. അവൾ അസ്വസ്ഥമായ മനസ്സുമായി ക്ലാസ് റൂം ലക്ഷ്യമാക്കി നടന്നു. എന്താടി ഇരുന്ന് പിറുപിറുക്കുന്നത്? ക്ലാസ്സിൽ വന്നിട്ടും എന്തൊക്കെയോ പിറുപിറുക്കുന്ന കൃഷ്ണയെ തട്ടി വിളിച്ചുകൊണ്ട് ജെസ്സി ചോദിച്ചു. അയാൾ ആരാന്നാ അയാളുടെ വിചാരം? എന്നെ അയാൾക്ക് ശരിക്കും അറിയില്ല. നിനക്ക് ഭ്രാന്തായോ? നീ ആരുടെ കാര്യമായി പറയുന്നത്? നിന്റെ പൊന്നാങ്ങളുടെ കാര്യം തന്നെയാ പറയുന്നത്. ആര്? ജോബിച്ചായനോ? അല്ല, നിന്റെയൊക്കെ ജോയിച്ചൻ. ജോയിച്ചാനോ? നീ എന്തിനാ ഇച്ചായനെ ഇങ്ങനെ ചീത്ത പറയുന്നത്? എന്താടി, എന്താ പ്രശ്നം? ജെസ്സി ചോദിച്ചപ്പോൾ നടന്നതെല്ലാം കൃഷ്ണ അവളോട് പറഞ്ഞു. അത് കേട്ടതും ജെസ്സി ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു. അവൻ ഇത്രയ്ക്ക് ചീപ്പായിരുന്നോ? സോന പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കരുതിയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നെ അവൻ നോട്ടമിട്ടിട്ടുണ്ടെന്ന്. നീ എന്തിനാ അവിടേക്ക് ഒറ്റയ്ക്ക് പോയത്? അത് തലവേദന വന്നപ്പോൾ ഒറ്റയ്ക്കിരിക്കാൻ. തേങ്ങാക്കൊല. നിനക്ക് ഇതിന് മാത്രം തലവേദന വരാൻ ഇപ്പൊ എന്താ കാര്യം? അതൊന്നുമില്ല. അല്ലടി, നിനക്ക് ജോയിച്ചായനെ എങ്ങനെ അറിയാം? നീ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ മനസ്സിലായി ഇച്ചായനെ? ജെസ്സി സംശയം പോലെ ചോദിച്ചു. അത് പിന്നെ കാശിയേട്ടൻ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്, അങ്ങനെ അറിയാം. കൃഷ്ണ പെട്ടെന്ന് പതറിക്കൊണ്ട് എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ അങ്ങനെ. എന്തായാലും നന്നായി. ഇച്ചായന്റെ ഒരു സ്വഭാവം വെച്ച് നിന്നെ കാലേ വാരി നിലത്തടിക്കേണ്ടതാണ്. അങ്ങേര് പറഞ്ഞതിലും കാര്യമില്ലേ അവൾക്ക് ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടി പോകാൻ കണ്ട സ്ഥലം? ജെസ്സി കൃഷ്ണയെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് എങ്ങനെയുണ്ട് മോളെ എൻ്റെ ഇച്ചായൻ? പൊളിയല്ലേ? ജെസ്സി ഒരു കണ്ണിറുക്കിക്കൊണ്ട് ചോദിച്ചു. തേങ്ങയാ, കോഴി. ഡീ വേണ്ട കേട്ടോ, ജോയിച്ചാനെ തൊട്ടുള്ള കളി വേണ്ട. ജെസ്സി കളിയോടെ പറഞ്ഞു. അയാൾ ജോയിച്ചനല്ല, കോഴിച്ചനാണ്. കള്ള കാട്ടുകോഴി. നീ എന്താ അങ്ങനെ പറഞ്ഞേ? നിന്നെ കയറി പിടിച്ചത് റയാനല്ലേ, അല്ലാതെ എൻ്റെ ഇച്ചായനല്ലല്ലോ. ജെസ്സിയും വിട്ടുകൊടുത്തില്ല. എന്നെ പിടിച്ചില്ല, വേറെ ഏതോ ഒരു പെണ്ണിന്റെ തോളിൽ കൂടി കൈയിട്ട് നടന്നു പോകുന്നത് കണ്ടു. ഓ, അതാണോ കാര്യം? അത് ക്ലാര ചേച്ചി ആയിരിക്കും. അപ്പൻ്റെ ഫ്രണ്ടിന്റെ മോള. ജോയിച്ചായനുമായിട്ടാ പുള്ളിക്കാരി കമ്പനി. എപ്പോഴും ഒരുമിച്ച് കാണും, അടയും ചക്കരയും പോലെ. ജെസ്സി ഒഴുക്കം മട്ടിൽ പറഞ്ഞുകൊണ്ട് ബുക്കിൽ എന്തൊക്കെയോ കുത്തിവരയ്ക്കാൻ തുടങ്ങി. ജോപ്പന് ഞാൻ അറിയാത്ത ഫ്രണ്ട് ഏതാ? ഇനി അവൾക്ക് ജോയിച്ചാനെങ്ങാനും ഇഷ്ടമായിരിക്കോ? അവർ തമ്മിൽ ഇഷ്ടത്തിലാണോ? അങ്ങനെ പല പല ചോദ്യങ്ങൾ കൃഷ്ണയുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അവൾക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ കഴിയാതെയായി. കാണാതിരുന്ന് കണ്ടപ്പോൾ അത് അതിലും ദുഃഖമായി മാറിയതോർത്ത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു.